ഹായ് എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാണ് കേട്ടോ ആദ്യത്തെ സെറ്റ്. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പ്രിന്റുകളൊക്കെ കേട്ടോ അതേക്കകത്ത്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്രിന്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു 42 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് വിട്ട് കിട്ടും. അതുപോലെ തന്നെ ലെങ്തും നിങ്ങൾക്ക് ഒരു 46 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് ലെങ്ത് കിട്ടുന്നതാണ് കേട്ടോ. ഒരു 3XLർക്ക് വരെ നല്ല ലാവിഷായിട്ട് തയ്ക്കാനുള്ള തുണി ഇതിലുണ്ട് കേട്ടോ. ഇങ്ങനെ കേട്ടോ ടോപ്പ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല, യോക്ക് പോർഷനിൽ ഇങ്ങനെ കാര്യമായിട്ട് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. നമുക്ക് കുർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലെയിൻ ടോപ്പ് അല്ല കേട്ടോ, ചെറിയൊരു ഹാൻഡ് വർക്കും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. 2:30 ഉണ്ട് കേട്ടോ ദുപ്പട്ട. ഇങ്ങനെ വരും. ബോട്ടം പീസ് ഇങ്ങനെ. ബോട്ടം ഈ ഓപ്പോഷനിൽ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. ആ വർക്കിന്റെ അതേ വർക്ക് വരുന്ന ബോട്ടം പീസാണ് കേട്ടോ. ടോപ്പ് ഏത് ക്വാളിറ്റി കോട്ടൺ ആണോ സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ചിലതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും ടോപ്പിന്റെ അത്രയും ഒരു ക്വാളിറ്റി ബോട്ടം പീസിന് കാണത്തില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടം പീസ് വെച്ചിട്ട് ഒരു കുർത്തി തയ്ക്കാം. അതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടം പീസാണ് കേട്ടോ. ഇങ്ങനെ വരും. അടുത്ത അതിൻ്റെ തന്നെ സെയിം ഗ്രീൻ കേട്ടോ. 4 കളേഴ്സ് ആണുള്ളത്. ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് ആണ് കേട്ടോ. സെയിം പ്രിന്റ് തന്നെയാണ്. ബാക്കിൽ ആ വർക്ക് വരുന്നില്ല. ഫ്രണ്ടിലാണ് ഈ യോക്കിന്റെ ഏരിയ വരുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരു 3XLർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാനുള്ള ക്ലോത്ത് ഇതിലുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ്. സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. ദുപ്പട്ടയും ബോട്ടം പീസോടെ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. നല്ല ഭംഗിയുള്ള സെറ്റുകൾ, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് പീസുകളാണ് കേട്ടോ. സൂപ്പർ കോട്ടൺ ആണ്, സ്റ്റാൻഡേർഡ് പീസാണ് കേട്ടോ എല്ലാം തന്നെ വരുന്നത്. ഓക്കെ, നമ്മൾ പോസ്റ്റ് വഴിയും DTDC വഴിയും പാഴ്സൽ നമ്മൾ അയക്കുന്നതാണ് കേട്ടോ. കസ്റ്റമറിന് സെലക്ട് ചെയ്യാം. ഓൾ ഇന്ത്യ ലെവലിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത്. കേരളത്തിന് വെളിയിലേക്ക് പോസ്റ്റൽ സർവീസ് ആണ് നമ്മൾ പാഴ്സൽ അയക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 2 വർക്കിംഗ് ഡേക്കുള്ളിൽ പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവും. ടോട്ടൽ ഒരു 4 വർക്കിംഗ് ഡേക്കുള്ളിൽ ഡിസ്പാച്ചിന് ശേഷമാണ് കേട്ടോ. ഡിസ്പാച്ചിന് ശേഷം 4 വർക്കിംഗ് ഡേക്കുള്ളിൽ പ്രോഡക്റ്റ് കേരളത്തിനകത്തും അതുപോലെ തന്നെ ഒരു 10 വർക്കിംഗ് ഡേക്കുള്ളിൽ പ്രോഡക്റ്റ് കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ വാട്സപ്പ് നമ്പറിൽ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് അറിയാനായിട്ട് വേണ്ടിയാണ് ഗ്രൂപ്പ് കേട്ടോ. ഇതാണ് അടുത്ത സെറ്റ്. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് കേട്ടോ. ഭയങ്കര ഒരു എല്ലാ സെറ്റിലും ഒരു മസ്റ്റേർഡ് യെല്ലോ കാണും. ഇപ്പം മസ്റ്റേർഡ് യെല്ലോക്ക് നല്ല ഡിമാൻഡുള്ള, മസ്റ്റേർഡ് യെല്ലോ പെട്ടെന്ന് ആദ്യം തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു കളറുമാണ് മസ്റ്റേർഡ് യെല്ലോ. നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് ഇപ്പം. പണ്ടൊന്നും അങ്ങനെ അധികം ഈ കളർ ആർക്കും വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം നല്ല മൂവ്മെൻ്റ് ഉള്ള കളറാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ വരിക. നല്ല സൂപ്പർ കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞ് ഉള്ളിത്തൊലി പോലത്തെ മെറ്റീരിയൽ അല്ല, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. എന്നാൽ അത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഈ യോക്ക് പോർഷനിലെ വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജസ്റ്റ് ചുമ്മാ പ്ലെയിൻ ആയിട്ട് അങ്ങ് മെറ്റീരിയൽ അല്ല, യോക്ക് പോർഷനിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ. കണ്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നേ. നല്ല ഭംഗിയുള്ള പീസ് അല്ലേ. കോട്ടൺ മെറ്റീരിയലിന്റെ വാഷ് ആൻഡ് കെയർ ഞാൻ പണ്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ എപ്പോഴും കഴുകുന്ന ഉടനെ ലിക്വിഡ് ഡിറ്റർജന്റിൽ കഴുകുക. അതായത് ഒന്നെങ്കിൽ ലിക്വിഡ് ഡിറ്റർജന്റ് അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പു വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റു തുണികൾ പോലെ അത് മുക്കി വെക്കരുത്. നമ്മൾ വെളിയിലിടുന്ന തുണിയല്ല, അതിൽ അഴുക്കൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു സ്വെറ്റിന്റെ സ്മെല്ല് മാത്രമല്ലേ കാണുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് നേരം ഒന്നും മുക്കി വെക്കരുത്. മാക്സിമം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ മുക്കി വെക്കാനായിട്ട് പാടുള്ളൂ. ലിക്വിഡ് ഡിറ്റർജന്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഷാമ്പു ആണ് കേട്ടോ. മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒലച്ച് പിഴിഞ്ഞ് കഴുകിയിടുക. അതുപോലെ തന്നെ അത് വിരിച്ചിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല വെയിലത്ത് ഇടരുത്. ഈ കോട്ടൺ ഡ്രസ്സ് പെട്ടെന്ന് നരയ്ക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് വരുന്നത് നല്ല പൊരു വെയിലത്തൊക്കെ നമ്മൾ തുണി വിരിച്ചിടുന്നതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് നരയ്ക്കും വെയിലത്തിട്ടാൽ. കോട്ടന്റെ മിക്സ് ആണെങ്കിൽ പോലും വെയിലത്തിട്ടാൽ നരയ്ക്കും തുണി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മരത്തിന്റെ തണലിലോ ഇല്ലെങ്കിൽ ഷെയ്ഡൊക്കെ കാണുമല്ലോ വീട്ടിൽ, നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്തോ അല്ലെ ടെറസിലൊക്കെ ഷീറ്റൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് തുണിയിലോട്ട് വീഴാത്ത രീതിയിൽ
ഒരു പൊസിഷനിലായിരിക്കണം നമ്മൾ ഈ കോട്ടൺ ഡ്രസ്സുകൾ ഉണക്കാനിടണ്ടേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഇതിൻ്റെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ്, ഈ ഡിസൈനിലെ ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് കളർ വരുന്നത് ഗ്രേ ആണ്, ഒരു സ്ലേറ്റ് ഗ്രേ ആണ് കേട്ടോ. ലൈറ്റ് ഗ്രേ അല്ല, സ്ലേറ്റ് ഇല്ലേ നമ്മൾ അക്ഷരം എഴുതി പഠിക്കുന്ന സ്ലേറ്റ്, ആ സ്ലേറ്റിൻ്റെ ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക കേട്ടോ. നല്ല പീസാണ് കേട്ടോ. നിങ്ങൾക്ക് ആഫ്റ്റർ സ്റ്റിച്ചിങ് നിങ്ങൾക്കൊരു 46 ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും കേട്ടോ. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് വരെ ഓക്കെയാണ് 46 എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ വിട്ടാണെങ്കിലും അത്യാവശ്യം എക്സലുകാർക്കൊക്കെ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാൻ പറ്റും. 3XLകാർക്ക് വരെ തുണി തയ്ക്കാം, 3/4 സ്ലീവിൽ തയ്ക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ. നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. വൺ സൈഡ് തന്നെ താഴെ കിടന്ന ഇഴയാണ്. അപ്പോൾ 2 സൈഡൊക്കെ ഇടുമ്പോൾ നല്ല നിങ്ങൾക്ക് കവറേജ് കിട്ടുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നല്ല അടിപൊളി പീസാണ്. സ്ലേറ്റ് ഗ്രേ പറഞ്ഞ കൂട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ്. ബ്ലാക്കും കാണും ഗ്രേയും കാണും. സ്ലേറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി കളറാണ്. അതും പ്രിൻ്റൊക്കെ ആണെങ്കിലും നല്ല തെളിഞ്ഞ പ്രിൻ്റാണ് കേട്ടോ. കളേഴ്സ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് കാണാം. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സെയിം കളർ കോമ്പിനേഷനിലുള്ള ഒരു 3 ചുരിദാർ സെറ്റാണ്. അതിൻ്റെ പ്രിന്റ് മാത്രം ഡിഫറെൻ്റ് ആണ്. 3 പ്രിൻ്റാണ്. അതിൽ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ടോപ്പിൻ്റെ പ്രിന്റുകൾ ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ബോട്ടം പീസ് എല്ലാം സെയിം കളർ തന്നെയാണ്. പ്ലെയിൻ ആയിട്ടുള്ള റെഡ് കളർ തന്നെയാണ് ബോട്ടം പീസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരു പീസ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ യോക്ക് പോർഷൻ നോക്കിയാൽ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 44 ഇഞ്ചസ് ആണ് കേട്ടോ വിട്ട് വരുന്നത്. ലെങ്ത് ഒരു 45 ഒക്കെ കിട്ടും. പിന്നെ താഴ്വശം ഓൾറെഡി ഇവർ എന്താ പറയുക ഇങ്ങനെ മടക്കി അടിച്ചിരിക്കുകയാണ് താഴ്വശം കേട്ടോ. ഇങ്ങനെ വരെ ഇതൊരു 4XLകാർക്ക് വരെ തയ്ക്കാം കേട്ടോ. 44 ഇഞ്ച് ഉണ്ട് വീതി വരുന്നത്. ഇല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കേണ്ടവർക്കൊക്കെ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാം. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതൊരു സെമി ചന്തേരി ഫാബ്രിക്കിലാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിൽ ആണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയും 2 സൈഡ് ബോർഡർ ഒക്കെ ഉള്ള ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോട്ടം പീസ്. പ്ലെയിൻ കോട്ടണിൽ വരുന്ന ബോട്ടം പീസാണ് കേട്ടോ. അപ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകൾ സെയിം കളർ കോമ്പിനേഷനിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതാണ് ഇതിന്റെ അടുത്ത പ്രിന്റ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രിന്റാന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വരും ടോപ്പ്. ദുപ്പട്ടയും ബാക്കി എല്ലാം സെയിം തന്നെ. ദുപ്പട്ടയിലും ഇപ്പറോട്ട് പ്രിന്റിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദുപ്പട്ടയിൽ താഴെ വരുന്ന പ്രിന്റ് തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. യോക്ക് പോർഷനിലെല്ലാം ഇതെല്ലാം സെയിം തന്നെ. ഇതിന് വ്യത്യാസമൊന്നുമില്ല. ഈ പ്രിന്റ് കണ്ടോ, ഇവിടെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തെ. അടുത്ത നോക്കാം. ഇതാണ് മൂന്നാമത്തെ പ്രിന്റ്. ഓക്കെ, കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ ഇതും വരുന്നത്. സോഫ്റ്റ് കോട്ടൺ അല്ല. നേരത്തെ കാണിച്ച മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് കോട്ടൺ അല്ല, എന്നാലും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. അത്രയും സോഫ്റ്റ് അല്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് പുതുതായിട്ട് എങ്ങനത്തെ വേണം കാണാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.